ഷബീർ ഒമർ എന്റെ കൂടെ ഉണ്ട് അൻവറിന്റെ വീട്ടിൽ നിന്ന്. ഷബീർ, എന്താണ് അൻവറിന്റെ ഒരു മൂഡ്? എന്താണ് അദ്ദേഹം ഈ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് അവസാനമായിട്ട് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എത്തിയതിൽ അത്ര സുഖത്തിലല്ലേ? നിഷാദ്, നമ്മളെല്ലാവരും കേട്ടതാണ്, മീഡിയ വൺ പ്രേക്ഷകരടക്കം കേട്ടതാണ്. അൻവറിന്റെ വാക്കുകളിൽ അതൃപ്തി പ്രകടമാണ്. ഒടുവിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന പേരിലേക്ക് UDF സ്ഥാനാർത്ഥിയുടെ പേര് ചുരുങ്ങുമ്പോൾ അൻവർ ആദ്യം ഉന്നയിച്ച VS ജോയിയുടെ പേരിന് പരിഗണന കിട്ടാതെ വരുമ്പോൾ അൻവറിന്റെ വാക്കുകളിൽ അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ആ നിലയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ്. എല്ലാവരുടെയും പിന്തുണ ആർജിക്കാൻ കഴിയുന്ന, എല്ലാ ജനവിഭാഗങ്ങളുടെയും പിന്തുണയുള്ള ആളെ വേണം സ്ഥാനാർത്ഥിയാക്കാൻ. കൃത്യമായി തന്നെ ചോദിച്ചതാണ് ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴാണ് അദ്ദേഹം ഈ മറുപടി പറയുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അൻവറിന് ചില അതൃപ്തി ഇപ്പോഴും ഉണ്ട്. ആര്യാടൻ ഷൗക്കത്തിലേക്ക് എത്തുമ്പോൾ അതൃപ്തിയുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആരായാലും ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കേണ്ടത് തന്റെ കടമയാണ് എന്നുകൂടി അദ്ദേഹം നേരത്തെ പലതവണ പറഞ്ഞിരുന്നു. ഒപ്പം തന്നെ UDF സ്ഥാനാർത്ഥി ആരായാലും നിലമ്പൂർ മണ്ഡലത്തിൽ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ദിവസം, അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരത്തിലൊരു അസ്വാരസ്യം, ഒരു അതൃപ്തി അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പ്രകടമാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും കോൺഗ്രസ് നേതൃത്വം PV അൻവറുമായി സംസാരിക്കും. അദ്ദേഹത്തിന്റെ കൂടി അനുമതി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൂടി സമ്മതിപ്പിച്ചതിന് ശേഷമായിരിക്കും ഒടുവിലൊരു പേരിലേക്ക് എത്തുക. പ്രത്യേകിച്ച് PV അൻവർ ഫാക്ടർ നിലമ്പൂരിൽ വലിയ ഘടകമാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ആവർത്തിച്ച് പറയുന്നു. പ്രത്യേകിച്ച് PV അൻവർ കഴിഞ്ഞ 2 തവണ MLA ആയിരുന്ന മണ്ഡലമാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് വലിയ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ആ നിലയ്ക്ക് PV അൻവറിന്റെ കൂടി അനുമതിയോട് കൂടിയായിരിക്കും ഒടുവിൽ ഒരു പേരിലേക്ക് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം എത്തുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും PV അൻവറിന്റെ കൂടി ആവശ്യമാണ് UDF സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കേണ്ടത്. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും, VS ജോയി ആണെങ്കിലും ആര്യാടൻ ഷൗക്കത്ത് ആണെങ്കിലും ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും നിലമ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥി വിജയിക്കേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങളെ സെറ്റിൽ ചെയ്യാന്നുള്ള ഒരു ഉത്തരവാദിത്തമായിരിക്കും ഒരുപക്ഷെ UDF നേതൃത്വത്തിന് മുമ്പിൽ ഇനി വരാൻ പോകുന്നത്. നമ്മൾ നിലമ്പൂരിലൂടെ സഞ്ചരിക്കുകയാണ്. നിലമ്പൂർ രാവിലെ ശരിക്കും പറഞ്ഞാൽ മഴ കാരണം ഒന്ന് ഉണർന്നു വരുന്നേ ഉള്ളൂ എന്ന് പറയാം.